ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം. അവിടെ ശ്രീനന്ദ തയ്യാറായിരിക്കുകയാണ് ട്രിവാൻഡ്രത്ത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, പരാതികളും അപേക്ഷകളും നൽകാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഹിയറിംഗ് നടപടികൾ അടുത്ത മാസം 14 അവസാനിക്കും. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 21 പ്രസിദ്ധീകരിക്കുക. ഒരു ഇൻഫോർമേറ്റീവ് ന്യൂസുമായാണ് നമ്മുടെ പ്രതിനിധി ശ്രീനന്ദ അവിടെ തയ്യാറായിരിക്കുന്നത്. ശ്രീനന്ദ, എന്തൊക്കെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ ഓരോ വോട്ടർമാരും ശ്രദ്ധിക്കേണ്ടത്? പരാതികളും അപേക്ഷകളും നൽകാനുള്ള സമയപരിധി ഇന്നാണല്ലോ അവസാനിക്കുക. എത്ര മണിവരെ ഉണ്ടാകും? അശ്വതി, SIR-ൽ പേര് ചേർക്കാനും അതുപോലെ ഒഴിവാക്കാനും ഉൾപ്പെടെയുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് സമയപരിധി ഇന്ന് വരെ നീട്ടിയിരുന്നത്. ആദ്യം ഈ മാസം 22 വരെയായിരുന്നു സമയപരിധി. 11 ലക്ഷത്തിലധികം പേരാണ് പേര് ചേർക്കാനായി ഇതുവരെ അപേക്ഷിച്ചിട്ടുള്ളത്. അതേസമയം ഹിയറിംഗും പരിശോധനയും ഫെബ്രുവരി 14 വരെ തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുവരെ 37 ലക്ഷത്തോളം പേരാണ് രേഖകൾ ഇനി ഹാജരാക്കേണ്ടത്. അതുപോലെ 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരും പേരിലെ അക്ഷരത്തെറ്റ് അതുപോലെ മറ്റ് സാങ്കേതിക പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ രേഖകൾ നൽകേണ്ടതാണ്. ഹിയറിംഗിനും പരിശോധനയ്ക്കും ശേഷം ഇന്നലെ വരെ 9,868 പേരാണ് പട്ടികയിൽ നിന്ന് പുറത്തായത്. എന്തായാലും ഹിയറിംഗും പരിശോധനയും ഒക്കെ ഫെബ്രുവരി 14 വരെ തുടരുന്നുണ്ട്. എന്തായാലും ഇന്നാണ് അപേക്ഷ സമർപ്പിക്കാൻ ഒക്കെയുള്ള ഒരു അവസാന തീയതി അല്ലെങ്കിൽ അവസാന ദിവസം എന്ന് പറയുന്നത്. ശരി ശ്രീനന്ദ, വിവരങ്ങൾ വ്യക്തമാണ്. അപ്പോൾ ഈ ശ്രീനന്ദ വീട്ടിലാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, ആ ഒരു ഉറക്കച്ചടവ് മാറിയിട്ടില്ല. യെസ്, എന്തായാലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഫെബ്രുവരി 21 അവസാന വോട്ടർ പട്ടിക, അന്തിമ വോട്ടർ പട്ടിക ഇറങ്ങും. അപ്പോൾ ഇന്നത്തെ ദിവസം നിർണായകമാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അത് വലിയ വിവാദമായതാണ് അല്ലേ? എന്തായാലും അതിനൊരു ആ വിവാദത്തിനൊക്കെ ഒരു അറുതി ഫെബ്രുവരി 21 ഉണ്ടാകും എന്ന്. അപ്പോൾ എല്ലാവരും വിലയേറിയ വോട്ടിടണമെന്നത് ആദ്യത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പം ഈ വോട്ടിടുന്നതിന് മുന്നോടിയായിട്ട് ഈ വോട്ടർ പട്ടികയിൽ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അതെ, പേരുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇനി പേരിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്താനുള്ള സമയമാണ് ഇന്നാണ്. അപ്പോൾ എല്ലാവരും അതൊക്കെ പോയി കൃത്യമായി ചെയ്യുക അല്ലേ? അതെ, തീർച്ചയായും.